നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവനാമായിരുന്നു അല്ലെ. സർവനാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രോനൗൺ ആണ്. നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയായിരുന്നു നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത് അല്ലെ. പേരിന് പകരമായിട്ട് യൂസ് ചെയ്യാം അല്ലെ. അതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് പുരുഷവാചക് സർവനാമായിരുന്നു. എന്തായിരുന്നു പുരുഷവാചക്? 3 പേഴ്സൺസ് ആണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ ആണ്. ശരിയല്ലേ? അതില് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മേ ആയിരുന്നു അല്ലെ. സെക്കൻഡ് പേഴ്സൺ ആരായിരുന്നു? തും, നീ അല്ലെ. തേർഡ് പേഴ്സൺ എന്തായിരുന്നു? അന്യാണ് അല്ലെ. ആരെ പറ്റിയിട്ടാണോ പറയണേ ദാറ്റ് വാസ് തേർഡ് പേഴ്സൺ, റൈറ്റ്. ഇനി രണ്ടാമത്തത് എന്തായിരുന്നു? നിശ്ചയവാചകായിരുന്നു. നിശ്ചയം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തേക്ക് നമുക്ക് ജസ്റ്റ് ആയിട്ടൊന്ന് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം നിശ്ചയം അല്ലെ. കല്യാണത്തിനൊക്കെ നിശ്ചയം വെക്കാറില്ലേ? എന്തിനാണ്? നമ്മൾ കറക്റ്റ് ഒരു കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാണ്. ശരിയല്ലേ? അല്ലെ. അതുമായിട്ട് നിശ്ചയം കണക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നിശ്ചയം. കാരണം നമുക്ക് കൺഫർമേഷൻ കിട്ടുകയാണ് അവിടെ, റൈറ്റ്. തേർഡ് വൺ എന്തായിരുന്നു? അനിശ്ചയാണ്. നമുക്ക് ഉറപ്പില്ലാത്ത, കൺഫർമേഷൻ ഇല്ലാത്ത, ചിലപ്പം നടക്കാം ചിലപ്പം നടക്കും, നമുക്ക് ഉറപ്പൊന്നുമില്ല അല്ലെ. അതിനും കുറെ വേർഡ്സ് ആണ്, റൈറ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംബന്ധവാചകാണ്. സംബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? കണക്റ്റഡ് ആണ്, ഇല്ലെങ്കിൽ റിലേറ്റഡ് ആണ് അല്ലെ. ചില വേർഡ്സ് എന്താണ്? നമ്മളൊരു സെന്റൻസ്, ചില വേറൊരു സെന്റൻസിനോട് കണക്ട് ചെയ്യണമെങ്കിൽ അതിൽ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് വരണം. നമ്മൾ കേസസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, കാരച്ചിഹ്നങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, കാക്കേക്ക് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ എന്താ വരുന്നത്? കുറച്ച് വേർഡ്സ് വരികയാണ്. എങ്ങനെ? ഇപ്പം ഞാൻ പറയാണ്, അവൻ വന്നിരുന്നെങ്കിൽ അവൾക്ക് പോവാമായിരുന്നു. ഇഫ് ഹി ഹാസ് ഗെയിം ദാറ്റ് ഷീ കൻ ഗോ, റൈറ്റ്. കണക്റ്റഡ് ആണ്, ശരിയല്ലേ? എന്താണ്? അഗർ ആജ് വഹ ആയേഗാ तो दूसरा जा सकता था. ഇന്ന് വന്നിരുന്നെങ്കിൽ മറ്റേയാൾക്ക് പോകാമായിരുന്നു, റൈറ്റ്. ഹിയർ സം വേർഡ്സ് ആർ ദേർ. കുറച്ച് വേർഡ്സ് ഉണ്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട്, ജോയിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? ജൈസ, വൈസ, ജോ, സോ, ജഹാ, വഹാ, അങ്ങനത്തെ വേർഡ്സ്. ജൈസെ राम आया तब सीता चली गई. ആണല്ലോ അല്ലെ. പിന്നെ നമ്മൾ മഴ, ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും നമ്മൾ പറയാറുണ്ട് അല്ലെ. കറുത്ത മേഘങ്ങളെ കാണുമ്പോൾ അല്ലെ, ബ്ലാക്ക് ക്ലൗഡ്സിനെ കാണുമ്പോൾ എന്തായിരുന്നു? ഇന്ന് മഴ പെയ്താൽ നല്ലതായിരുന്നു. അഗർ ബാരിഷ് ഹോത്താ തോ അച്ഛാ ഹോത്താ. അവിടെ ഏതാ കണക്റ്റഡ് വേർഡ് വന്നത്? അഗർ തോ വന്നു അല്ലെ. അപ്പൊ എന്താണ് സംബന്ധവാചകം എന്ന് പറഞ്ഞാൽ എന്താണ്? जे सर्वनाम शब्दों का दूसरे सर्वनाम शब्दों से संबंध ज्ञात होता है या दो शब्द वाक्यों को जोड़ते हैं तो उसे हम संबंधवाचक सर्वनाम कहते हैं. എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രൊനൗൺസിനെ കണക്ട് ചെയ്യുന്ന വേർഡ്സ് അല്ലെ. നമുക്കൊരു സെന്റൻസില് നമ്മൾ 2 പ്രൊനൗൺസ് വെച്ചിട്ട് നമ്മൾ 2 സെന്റൻസ് കണക്ട് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാറ്? സംബന്ധവാചക് സർവനാമം എന്ന് പറയാറ്. അതിൽ നമ്മൾ മുഹാവറേസ് യൂസ് ചെയ്യാറുണ്ട്. ജിസ്കി ലാഠി ഉസ്കി ഭൈൻസ്, ജൈസാ കരോഗെ വൈസാ ഭരോഗെ. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെയായിരിക്കും നിങ്ങൾക്കും കിട്ടുക. നമ്മൾ പറയാറില്ലേ മലയാളത്തില്, എങ്ങനെ നടക്കുന്നു അങ്ങനെ കിട്ടും, റൈറ്റ്. അതേപോലെയാണ് നമ്മുടെ സംബന്ധവാചക് സർവനാമം. 2 വേർഡ്സ്, 2 സെന്റൻസിനെ കണക്ട് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ സംബന്ധവാചക് സർവനാമം എന്ന് പറയുന്നത്. റിലേഷൻസ് അല്ലെ. നമ്മൾ 2 സെന്റൻസിനെ റിലേറ്റ് ചെയ്ത്, കമ്പൈൻഡ് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് പറയുന്നതിനെയാണ് സംബന്ധവാചക് സർവനാമം എന്ന് പറയുന്നത്. ഇതേപോലത്തെ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.